നമസ്കാരം. എന്താണ് വിളിച്ചത്? ഞാൻ ഉറക്കത്തിലായിരുന്നല്ലോ. അണ്ണൻ എന്നോട് പറഞ്ഞതാ. അണ്ണൻ എന്നോട് പറഞ്ഞ രണ്ട് അണ്ണനെ ഞാനും അണ്ണൻ എന്നോട് പറഞ്ഞ രണ്ട് എന്തോ അണ്ണാ ഞാൻ കൊടിയിലെ പിള്ളേരോട് ചോദിച്ചപ്പോ അവരാരും അല്ല. അപ്പൊ ഇയാളാണ് എന്റെ കക്ഷി. അജയണ്ണ, അജയണ്ണോട് എനിക്കുള്ള സ്നേഹം ഞാൻ പറയാം. ഞാൻ നിനക്ക് അറിവിനാട്ടപ്പോൾ വല്ലതും തരുന്നെങ്കിലോ മേടിക്കുന്നെങ്കിലോ നീ മേടിച്ച് കഴിച്ചു. നിങ്ങൾ പറഞ്ഞതാ അണ്ണൻ പറഞ്ഞതാ. അണ്ണൻ ഇത്രയും അണ്ണൻ എന്നെ കളത്താക്കുന്നു. അണ്ണൻ എന്താണ് എന്നെ കളത്താക്കുന്നത്? അണ്ണൻ തന്നെ കളത്താക്കുന്നോ? അണ്ണ 60 വർഷം പിള്ളേ സംസാരിച്ച ഒന്ന് മുമ്പ് അണ്ണൻ ഞാൻ ഈ 60 വർഷം പിള്ളേയും സംസാരിച്ചു കാന്തുമ്പേ കണ്ട പിന്നെ അണ്ണനോട് സംസാരിക്കാൻ എന്നോട് അണ്ണനോട് സംസാരിച്ച കാര്യം എന്താ അറിയോ? നീ വണ്ടിയിലോട്ട് കയറ, അല്ലെങ്കിൽ അവിടെ സംസാരിച്ച എന്നോട് പറഞ്ഞറിയോ? അണ്ണൻ 2 പേരെ തോപ്പിച്ചല്ലോ. ആ മറ്റേ മേത്ത തീർത്തിയത് അവരെ ഞാൻ ജയിപ്പിക്കുന്ന കടന്ന് എനിക്കൊണ്ടായിരുന്നു. അവരോട് ജയിപ്പിച്ചു. അണ്ണൻ വിചാരിച്ച പോലും അണ്ണൻ വിചാരിച്ച ഒരു തുണ്ടിന്റെ ആവശ്യം തോക്കത്തില്ല. 19 കണ്ട് അണ്ണൻ വിചാരിച്ച ഒരു തുണ്ടിന്റെ ആവശ്യം നോക്കില്ല. അണ്ണന് തോന്നല. അണ്ണന്റെ തോന്നല. 19 മതിൽ നായന്മാർ വോട്ട് കൊണ്ട് ഞാൻ ജയിപ്പിക്കും. കൊച്ചടിക്ക് അമ്പലമാണ് അണ്ണാ. പള്ളിശ്ശേരി കിഴക്കേ മുക്കിലും കിഴക്കേ മുക്കിലുമാണ് എന്റെ ഞാൻ. അതാണ് എന്നോട് പറഞ്ഞ വാക്ക ഞാൻ പറഞ്ഞത്. ഞാൻ വേറെ ആർക്കും പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ പലയിടത്തും പറയും. ഇനി എല്ലായിടത്തും പറയും. അജാൻ എന്നോട് പറഞ്ഞ അണ്ണനോട് എന്നെ കളനാക്കി വെച്ചാൽ ബിന്ദു അണ്ണനെ സംസാരിച്ചോ. ഞാൻ അജാനെ വിളിച്ചായിരുന്നോ? അജാനെ വിളിച്ച് ഇങ്ങനെ അണ്ണ തോപ്പിക്കണ പറഞ്ഞ ഞാൻ പറഞ്ഞായിരുന്നോ എന്നോട്? അജനെ വിളിച്ച് എന്നാ നമുക്ക് നൗഷാനെ തോപ്പിക്കണം അല്ലെങ്കിൽ ഷാജാനെ തോപ്പിക്കണം ഞാൻ അണ്ണോട് വന്ന് വിളിച്ച് പറഞ്ഞായിരുന്നോ? അണ്ണോട് ഞാൻ പറയാൻ വന്നോ? പിന്നെ അണ്ണയില്ലേ എന്നെ തിരക്ക് വന്നത്? ഇതേത് അജാന പറഞ്ഞ കാര്യം ഏത് കോടതിയിലും എവിടെ ഞാൻ പറയും. നിങ്ങള് പിന്നെ അണ്ണ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞോ? അജാന 60 വർഷങ്ങളോടെയൊക്കെ തിന്നാ കിടങ്ങ അണ്ണ. ഞാൻ 60 വർഷം നിങ്ങളൊക്കെ ഒരുമിച്ചില്ല തിന്നത്. നിങ്ങളൊക്കെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഞാൻ പറഞ്ഞു കേൾക്കോണൻ. ഞാൻ പറഞ്ഞ കേക്കൂ. അജയണനും കാഞ്ഞിരമണ അജയണനും പള്ളിശ്ശേരി 60 വർഷം പിള്ളേയും തുണ്ടിന്റെ ആവശ്യം ഒരുമിച്ച് പാത്രത്തിൽ കൊണ്ടുവരാ. ഞാൻ ഉണ്ണാൻ പോയിട്ടില്ല. ഞാൻ പോത്തുമില്ല ഇനി. അറിയില്ലയോ? നിങ്ങളെ പാടായി. അജയണൻ എന്നോടത് പറയരുതായിരുന്നു. അജയണൻ എന്നോട് പറയരുത്. എന്തറിയോ? ഞാൻ സാധാ കൊടിയില് എന്നോട് 6:30 അണ്ണൻ വന്ന് പറഞ്ഞ കാര്യമാണ്. അണ്ണൻ പറഞ്ഞ കാര്യം പറയാം. അണ്ണൻ എന്നോട് ഒന്ന് ഷാജഹാനെ ഒന്ന് തുണ്ടിന്റെ ആവശ്യം തോപ്പിക്കണം. അത് എന്നെ എന്തോ ബാങ്കില് കൊള്ളയടിച്ചെന്നോ അണ്ണന് ഹൈക്കോടതിയിൽ പോയപ്പോ ഇതെല്ലാം അണ്ണൻ പറഞ്ഞില്ലോ. അതോ? പിന്നെന്തിനാ ഈ സാധാപ്പെട്ട എന്നെ പണിയാ എന്നെ കരുവാക്കുന്നത്? കുഴപ്പമില്ലല്ലോ ഇനി. അത് കുഴപ്പമില്ല. അണ്ണൻ ഇഷ്ടമുള്ള സഹകരിക്കുക അല്ലെങ്കിൽ അണ്ണന് അണ്ണൻ ഒരു കാര്യം പറയാം. തുണ്ടിന്റെ ഔഷാദേ ഞാൻ അണ്ണ ഒരു സെക്കൻഡ് ഞാനൊരു ദൗത്യം എടുത്തായിരുന്നു. തുണ്ടിന്റെ ഔഷാദം ജയിപ്പിക്കുന്ന ദൗത്യം എടുത്തായിരുന്നു. അത് ഞാൻ വിജയിപ്പിച്ചു. അതെന്റെ ഒരു വാശിയായിരുന്നു. അണ്ണൻ പറഞ്ഞാലും ഇനി നാളെ 60 വർഷം പുള്ള എന്നെ പറഞ്ഞു. അല്ല അണ്ണൻ പിന്നെ പോട്ടെ. ഇപ്പൊ എന്റെ നാട്ടില് എന്നെ പറയാടാ നാളെ തുണ്ടിന്റെ ആവശ്യം തോപ്പിക്കാൻ ഞാൻ മുഖത്ത് പറയാം. 2 കോരി നോക്കാൻ പറയുന്നറിയോ? ഞാൻ എടുത്ത ദൗത്യം വിജയിപ്പിക്കും. അത് എന്റെ ദൗത്യം. ശരി അണ്ണ.